കൽവീടുകളും കൃഷിയിടങ്ങളും നിറഞ്ഞ ഒരു സ്ഥലമുണ്ട് ദുബായിലെ ഹത്തയിൽ. ഹത്ത പൈതൃക ഗ്രാമം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അറബ് സംസ്കാരം അടുത്തറിയാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഹത്ത ഹെറിറ്റേജ് വില്ലേജ്. ഈ സ്ഥലം സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് ഇപ്പോൾ. ഹത്തയിലെത്തിയാൽ ഹെറിറ്റേജ് വില്ലേജ് കാണാതെ പോകരുത്. സഹസ്രാബ്ദങ്ങൾ പഴക്കമുണ്ട് ദുബായിലെ ഏറ്റവും പൗരാണിക ഗ്രാമങ്ങളിലൊന്നായ ഹത്തയ്ക്ക്. UAEയുടെ കാവലാളായി തല ഉയർത്തി നിൽക്കുന്ന ഹജർ പർവ്വതനിരകളുടെ മടിത്തട്ടിലെ ഗ്രാമം. ഭൂതകാലത്തിന്റെ വിസ്മയങ്ങളും പുതിയ കാലത്തെ അത്ഭുതങ്ങളും ചേർത്താണ് ഹത്ത സന്ദർശകരെ സ്വീകരിക്കുക. ദുബായിൽ നിന്നും 140ഓളം കിലോമീറ്റർ സഞ്ചരിച്ച് ഇവിടെ എത്തിയാൽ പിന്നെ പുതിയൊരു ലോകമാണ്. ഹത്തയിലെ കാഴ്ചകളിൽ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്ത ഇടമാണ് ഹെറിറ്റേജ് വില്ലേജ്. ലീം ലേക്കിലെ കാഴ്ചകൾ കണ്ട് മലമുകളിലേക്ക് പോകുമ്പോൾ ഇടതുഭാഗത്തായി ഹെറിറ്റേജ് വില്ലേജ് കാണാം. ഹത്ത ഹെറിറ്റേജ് വില്ലേജിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ഇത്. നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങോട്ട് താഴെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇതേപോലെ കുറേ ഹട്ടുകൾ നമുക്ക് കാണാം. ഓരോ ഭാഗങ്ങളിൽ 2 ഭാഗങ്ങളിലും ഹട്ടുകളുണ്ട്. അതേപോലെ തന്നെ ഒഴിഞ്ഞു കിടക്കുന്ന ബെഞ്ചുകളും എല്ലാം ഉണ്ട്. തുറസായ സ്ഥലമാണിത്. നമുക്കിവിടെ കുറേ സമയം ഇരിക്കാം, സൗഹൃദങ്ങൾ പങ്കിടാം. അതോടൊപ്പം തന്നെ നമ്മൾ കൊണ്ടുവരുന്ന ഭക്ഷണ സാധനങ്ങൾ നമുക്കിവിടെ ഇരുന്ന് കഴിക്കാം. ഇവിടെ തൊട്ടപ്പുറത്ത് പല രാജ്യങ്ങളുടെയും രുചി വിളമ്പുന്ന റെസ്റ്റോറൻറ്റുകളൊക്കെ തന്നെയുണ്ട്. അവിടെ നിന്നും നമുക്ക് ഭക്ഷണം വാങ്ങാം. അങ്ങനെ അത് അവിടെ ഇരുന്ന് കഴിക്കുകയും കുറേ സമയം നമുക്കിവിടെ ചെലവിടാം. ഏറ്റവും നല്ല കാലാവസ്ഥയാണ്. ഈന്തപ്പനകളൊക്കെ ഇങ്ങനെ നിറഞ്ഞ് തിങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ വെയിലിൻ്റെയോ ചൂടിൻ്റെയോ ഒരു ശല്യവും ഉണ്ടാക്കില്ല. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൽവീടുകൾ, നിരീക്ഷണ ഗോപുരം, പഴയകാല കോട്ടയുടെ അവശിഷ്ടങ്ങൾ, കൃഷി ചെയ്ത് കന്നുകാലികളെ വളർത്തി ഒരു ജനത ജീവിച്ചു തീർത്ത കാലത്തിന്റെ അടയാളങ്ങൾ, മണ്ണും ഈന്തപ്പനയോലകളും കൊണ്ട് നിർമ്മിച്ച 30ഓളം കുടിലുകളുണ്ട് ഇവിടെ. ഓരോന്നും UAEയുടെ പൈതൃകത്തിന്റെ നേർക്കാഴ്ചകൾ. ഹത്ത ഹെറിറ്റേജ് ഒരു രക്ഷയില്ല. ഞങ്ങളിപ്പോൾ ഇവിടെ കുറച്ച് നേരമായിട്ടുള്ള എത്തിയിട്ട് ഇനി ഒരുപാട് സ്ഥലം കാണാനുണ്ട്. വേറെ ടീമുണ്ട്, ഇപ്പോൾ ഇവിടെ ഉണ്ട്. അവർ വരാൻ വെയിറ്റ് ചെയ്യണം. അടിപൊളിയാ, ഒരു കേരള ഫീലിംഗ് ഇവിടെ വന്നു കഴിഞ്ഞാല്. നമ്മള് സിറ്റിന്നൊക്കെ മാറി വേറൊരു ലോകമായിട്ട്. അതെ അതെ, കാരണം നമ്മൾ ദുബായിൽ നിന്ന് ഇവിടെ വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു നാട്ടിലെ ഹോംലി ഫീലിംഗ് ആണ് വരുന്നത്. പിന്നെ ആ ഒരു തിരക്കിൽ നിന്നൊക്കെ മാറിയൊരു റിലാക്സ് ഫീലിംഗ്. ഗ്രാമീണ കേരളത്തിന്റെ കാഴ്ചകളാണ് ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഓർമ്മ വരിക. വെള്ളച്ചാട്ടവും കുളവും കളിയിടങ്ങളുമെല്ലാമായി ഗൃഹാതുരത നിറഞ്ഞ കാഴ്ചകൾ. ഈ കാണുന്ന കുളം, ഇതുപോലെ മീനുകൾ, ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള കുറേ മീനുകൾ ഇവിടെ വളർത്തുന്നത് നമുക്ക് കാണാം. കുട്ടികൾക്കൊക്കെ ഇത് വലിയ കൗതുകമാണ്. കുട്ടികൾ ഈ മീനുകളെയൊക്കെ കുറേ സമയം നോക്കി നിൽക്കും. ധാരാളം മീനുകളുണ്ട്. അതുപോലെ തന്നെയാണ് തൊട്ടപ്പുറത്ത് കാണുന്ന വെള്ളച്ചാട്ടവും. ചെറിയൊരു വെള്ളച്ചാട്ടം, ഒരു തടാകം, നദി ഒഴുകി വരുന്നത് പോലെ നമുക്ക് അവിടേക്ക് ഇറങ്ങിച്ചെല്ലാം. ആ തെളിനീരിൽ കാലൊക്കെ വെച്ച് കുറേ സമയം ഇരിക്കാം. നമ്മുടെ ബാല്യകാലമൊക്കെ നമ്മൾ ഓർത്തുപോകും. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ. വാരാന്ത്യങ്ങളിൽ ദുബായിൽ നിന്നും അബുദാബിയിൽ നിന്നുമെല്ലാം ആയിരക്കണക്കിന് സന്ദർശകർ ഹത്തയിലെത്തും. മനസ്സുലയ്ക്കുന്ന പ്രവാസ ജീവിതത്തിന്റെ സംഘർഷങ്ങൾ ഇറക്കി വെക്കാൻ ഒരിടം. ഹെറിറ്റേജ് വില്ലേജ് നമുക്ക് നമ്മുടെ ഒരു സ്ട്രെസ്ഫുൾ ലൈഫിൽ നിന്ന് ഭയങ്കരമായിട്ടൊരു റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണെന്ന് ഫീൽ ചെയ്തു. കാരണം നമ്മൾ ദുബായ് സിറ്റിയിൽ നിന്നാണല്ലോ നമ്മൾ ഇതുപോലത്തെ ഒരു സ്ഥലത്തേക്ക് വരുന്നത്. നമ്മുടെ ഒരു ജോലി അറ്റ്മോസ്ഫിയറും എല്ലാം ഞാൻ സെയിൽസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒത്തിരി പ്രഷറുള്ളൊരു ജോലിയാണ് നമുക്ക്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് നമുക്ക് ആ ഒരു പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു സ്ട്രെസ് എല്ലാം റിലീഫായ ഒരു ഫീൽ ആയിരുന്നു ഇവിടെ വന്നപ്പോൾ. ഇത് നമുക്ക് ജസ്റ്റ് നാട്ടിൽ ചെന്നൊരു വൈബാണ്. കുറേ വാഴ കൃഷിൻ്റെ ഇതൊക്കെ ഇവിടെ കണ്ടു. അപ്പോൾ ഒരു നാട്ടിൽ ചെന്നൊരു ഫീലുണ്ട്. സത്യമായിട്ട് നാട്ടിൽ നിന്ന് വരുന്ന ഒരു ഫീലാണ് ഇവിടെ ഉള്ളത്. ഹെറിറ്റേജ് വില്ലേജിലെത്തിയാൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഇതുപോലെ കളിച്ചുല്ലസിച്ച് ഇതിലൂടെ നടക്കാം. മുതിർന്നവർക്കാണെങ്കിൽ നമ്മുടെയൊക്കെ ബാല്യകാലം ഓർമ്മ വരും, നാട്ടിൻപുറം ഓർമ്മ വരും. അതോടൊപ്പം തന്നെ വെള്ളവും വെള്ളച്ചാട്ടവും കുളവും മീനും എല്ലാം ഉണ്ട്. എല്ലാം ആസ്വദിച്ച് നടക്കാം. ഇതിനൊക്കെ അപ്പുറം ഈ ഹെറിറ്റേജ് വില്ലേജ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വളരെ ചരിത്രപരമായിട്ടുള്ള പൗരാണികമായിട്ടുള്ള കുറേ കഥകളും ചരിത്രവുമൊക്കെ ഉണ്ട്. അതുകൂടി പറഞ്ഞു തരുന്ന നിരവധി കാഴ്ചകളുമുണ്ട് ഇവിടെ. ഹെറിറ്റേജ് വില്ലേജിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാനും അവസരമുണ്ട്. ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയതാണ് ഹെറിറ്റേജ് ലോഞ്ച്. സ്റ്റേജും ചുറ്റിനും കുടിലുകളും ചേർന്ന ഇടം.
വാഴത്തോട്ടവും കൃഷിയിടങ്ങളും നഗരത്തിന്റെ മടുപ്പിക്കുന്ന തിരക്കിൽ നിന്നും എത്തുന്ന പ്രവാസികൾക്ക് പ്രിയങ്കരമാണ്. ഈ കാറ്റും തണലും കാഴ്ചകളും കണ്ടു നടക്കുമ്പോൾ ആരുടെ മനസ്സും കുളിരണിയും. പെയ്തൊഴിഞ്ഞ ആകാശം പോലെ മനസ്സു തെളിയും. ഹെറിറ്റേജ് വില്ലേജിലൂടെ നടക്കുമ്പോൾ ഫീൽ എന്ന് പറഞ്ഞാൽ ഇതൊരു നാച്ചുറൽ വില്ലേജാണ്, ആർട്ടിഫിഷ്യൽ അല്ല. അതുകൊണ്ട് തന്നെ നമുക്കത് ആക്ച്വലി എന്താ പറയുക, നമ്മുടെ ഒരു നാട്ടിലൂടെ നടക്കുന്നതിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയറാണ് കിട്ടുന്നത്. എന്തൊക്കെ കണ്ടു? നല്ല ഒരു അടിപൊളി ആംബിയൻസ് ആണ്. ആക്ച്വലി ഞാൻ ദുബായ് അല്ല, അബുദാബിയിൽ നിന്നാണ് വരുന്നത്. പിന്നെ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ നാട്ടിലെത്തിയ ഒരു ഫീല്. കുറേ വാഴക്കൃഷികളെല്ലാം കണ്ട്, പിന്നെ ഒരു മൊത്തത്തിൽ ഒരു സൂപ്പർ സ്ഥലമാണ്. നല്ല ആംബിയൻസ് ആണ്. ഫാമിലിയൊക്കെ വന്നിട്ട് ഒരു എന്താ പറയുക, ഒന്ന് സ്റ്റേ ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ആക്ച്വലി ഞങ്ങൾ ഇന്നലെ നൈറ്റാണ് വന്നത്. പിന്നെ ഞങ്ങൾ ക്യാമ്പ് ചെയ്തിട്ട് പിന്നെ രാവിലെ ഡാമെല്ലാം കയറിയിട്ട് ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ പോകാൻ തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സമയമായിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. 2000 മുതൽ 3000 വരെ വർഷത്തിന്റെ പഴക്കമുണ്ട് ഹത്ത ഹെറിറ്റേജ് വില്ലേജിന്. പല കാലങ്ങളിലായി നവീകരിച്ചു, പൗരാണികത ചോർന്നു പോകാതെ സംരക്ഷിച്ചു. ഹത്തയിലേക്ക് വരാൻ പറ്റിയ ഏറ്റവും നല്ല കാലാവസ്ഥയാണ് ഹെറിറ്റേജ് വില്ലേജിലെ കാഴ്ചകളൊക്കെ കാണാൻ. ഓരോ ദിവസവും നിരവധി പേർ എത്തുന്നുണ്ട്. വാരാന്ത്യങ്ങളിലാണ്, ശനി ഞായർ ദിവസങ്ങളിലൊക്കെയാണ് ഏറ്റവും അധികം ആളുകൾ എത്തുന്നത്. രാവിലെ 7:30 മുതലാണ് ഇവിടത്തേക്കുള്ള പ്രവേശനം. രാത്രി 8:30 വരെ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇതിലൂടെയെല്ലാം നടക്കാം. അതേസമയം വെള്ളിയാഴ്ചയാണെങ്കിൽ പ്രവർത്തന സമയത്തിൽ മാറ്റമുണ്ട്. ഉച്ചയ്ക്ക് 2:30-ക്കാണ് പ്രവേശനം അനുവദിക്കുക. രാത്രി 8:30 വരെ സന്ദർശകർക്ക് ഇവിടേക്ക് പ്രവേശനം അനുവദിക്കുന്നുമുണ്ട്.